നമസ്കാരം. ബിയോണ്ട് ദ ഹെഡ്ലൈൻസിലേക്ക് വീണ്ടും സ്വാഗതം. പ്രാദേശിക ഭരണകൂടങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനെ കേരളത്തിലെ യുവതലമുറ എങ്ങനെ കാണുന്നു എന്നറിയാൻ ശ്രമിക്കുകയാണ് ബിയോണ്ട് ദി ഹെഡ്ലൈൻസ്. വ്യത്യസ്തമായ ഒരു വികസന കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കാനാണ് ശ്രമിക്കുക. എൻ്റെ സ്വപ്നത്തിലെ പോലെ മാറ്റിയെടുക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പഞ്ചായത്ത് ലെവലിൽ നോക്കുകയാണെങ്കിൽ കാര്യക്ഷമമായിട്ട് തന്നെയാണ്. ഒരുപാട് ദൂരം നമ്മൾ മുന്നിലേക്ക് പോകാനുണ്ട്. വിവിധ മേഖലകളിൽ ശ്രദ്ധേയരായ ഏതാനും പേരുടെ പ്രതികരണങ്ങളിലൂടെ യുവജനങ്ങളുടെ ചിന്തയെ അറിയാനുള്ള ശ്രമമാണ് ഇത്. ഈ വോട്ട് എന്തിനു വേണ്ടി എന്ന ചോദ്യത്തിൽ നിന്ന് ഈ അന്വേഷണം തുടങ്ങുന്നു. നമ്മുടെ ചുറ്റുപാടുകൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള നമ്മുടെ തീരുമാനമാണ് ഇത്തരം തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കേണ്ടത്. പക്ഷേ പലപ്പോഴും കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ പ്രാദേശികമായ വികസനപരമായിട്ടുള്ള കാര്യങ്ങളെ ആസൂത്രണം ചെയ്യുന്ന ഗ്രാമസഭകളിലടക്കം പുതുതലമുറയും ചെറുപ്പക്കാരും അവരുടെ അസാന്നിധ്യമാണ് പലപ്പോഴും നമുക്ക് പ്രകടമാകുന്നത്. ഈ വോട്ട് എന്തിനു വേണ്ടിയിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ശുഭാപ്തി വിശ്വാസത്തോടെ ഇതിൽ നിന്ന് മെച്ചപ്പെട്ട ഒരു നിലയിലേക്ക് നമ്മളുടെ നാട് നീങ്ങും എന്നുള്ള ഒരു വിശ്വാസത്തിൽ ചെയ്യുന്ന ഒരു വോട്ടായിരിക്കും ഇത്തവണത്തെ വോട്ട്. ഇത്തവണ ജനങ്ങളെ മനസ്സിലാക്കുന്ന ആളെ തിരഞ്ഞെടുക്കാനും കാൻഡിഡേറ്റ് അറിയാനും നമ്മളവരെ സെലക്ട് ചെയ്യാനും ജനങ്ങളെ മനസ്സിലാക്കുന്ന ആൾ, ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾ, അയാളിന് വേണ്ടിയാണ് നമ്മളിന്ന് കാത്തിരിക്കുന്നത്. അത് നമ്മുടെ പ്രകൃതിയെയും ജനങ്ങളെയും മറക്കാത്ത ഒരു വിഭാഗത്തിന്, അത് ആരാണെങ്കിലും കാലങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് നമ്മൾ തുടർന്നു വരുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക രാഷ്ട്രീയ തലമുറക്കോ വേണ്ടി ഞങ്ങൾ പിന്നിൽ നിൽക്കില്ല. വളരെ റെസ്പോൺസിബിളായി ഒരു പാർട്ടി പൊളിറ്റിക്സിൻ്റെയോ അല്ലാതെ അങ്ങനെ ബ്ലൈൻഡഡ് ആവാതെ ഐ തിങ്ക് എവ്രിബഡി അവരവരുടെ മനസ്സാക്ഷിയോട് ചോദിക്കേണ്ട സമയം വന്നു കഴിഞ്ഞു. യൂത്തിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ സ്ട്രോങ് ആയിട്ടൊരു കാൻഡിഡേറ്റ് വേണം. ആ സ്ട്രോങ് കാൻഡിഡേറ്റിനെ നമ്മൾ പാർട്ടിയുടെ അടിസ്ഥാനത്തിലല്ലാതെ അയാളുടെ ഇൻഡിവിജ്വൽ, അയാളുടെ കേപ്പബിലിറ്റീസിൻ്റെ അടിസ്ഥാനത്തിൽ വേണം വോട്ട് ചെയ്യാൻ. പുതിയൊരു തലമുറയ്ക്ക് ജനാധിപത്യത്തിൽ വിശ്വാസം കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ, എന്തിനു വോട്ട് ചെയ്യണമെന്നൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ടെങ്കിൽ ആ ചോദ്യത്തോട് ആദ്യമായും ഏറ്റവും ആദ്യം അഭിമുഖീകരിക്കേണ്ടി വരിക നമ്മുടെ ഭരണകർത്താക്കളാണ്, നമ്മുടെ ഗവൺമെൻറ്റുകളാണ്, നമ്മുടെ ഭരണകൂടമാണ്. സാധാരണക്കാരായ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസൃതമായി മുൻപോട്ട് പോകാൻ കഴിയാതെ വരുമ്പോൾ ജനാധിപത്യം ഏറെക്കുറെ അപൂർണമോ അർത്ഥശൂന്യമോ ഒക്കെ ആയിട്ട് മാറും. അത്തരത്തിലുള്ള വെല്ലുവിളികളെയും ഇപ്പോൾ നമ്മൾ നേരിടുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രാദേശിക വികസനം എന്ന് പറയുമ്പോൾ യുവജനത എന്തർത്ഥമാക്കുന്നു എന്ന് ഇനി നോക്കാം. ജനങ്ങളുമായിട്ട് വളരെയധികം അടുത്ത് ബന്ധപ്പെട്ട പല സ്ഥാപനങ്ങളും പല വകുപ്പുകളും കൈമാറ്റം ചെയ്തിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലയിലേക്കാണ്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസം, ആരോഗ്യ സ്ഥാപനങ്ങൾ, കൃഷിഭവൻ, അതുപോലെ തന്നെ സാമൂഹ്യനീതിയുമായി ബന്ധപ്പെട്ട അംഗനവാടികളടക്കമുള്ള സ്ഥാപനങ്ങൾ. ഇവിടെയൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇടപെടേണ്ടതായിട്ടുള്ളത്. ഇവിടെ ഇടപെടാൻ കഴിയുന്നത് പ്രാദേശിക ഭരണ സംവിധാനങ്ങൾക്ക് മാത്രമാണ്. അവിടെ കുറച്ചുകൂടി ഭാവനാസമ്പന്നമായി കാര്യങ്ങളെ നോക്കിക്കാണാൻ സാധിക്കണം. വലിയ വലിയ ഹൈവേകൾ പണിയുന്നതോ കെട്ടിടങ്ങൾ പണിയുന്നതോ ഒരു പക്ഷേ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ വളരെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ, അതായത് കുടിവെള്ളം ഇല്ല, അല്ലെങ്കിൽ ചവറിൻ്റെ പ്രശ്നമുണ്ട് ഒരു പ്രദേശത്ത്, പിന്നെ തൊഴിലിലും നമ്മുടെ പാർപ്പിട പ്രശ്നം. അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഒരു പക്ഷേ ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ വരുന്ന ഒരു പഞ്ചായത്ത് നോക്കേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഫുഡ് സേഫ്റ്റി ഉറപ്പാക്കാനും അതുപോലെ കുടിവെള്ള പദ്ധതി, അങ്ങനെ ചെറിയ ചെറിയ പദ്ധതി കൂടിയാണെങ്കിലും ബേസിക് ലെവലിൽ ആൾക്കാരിലേക്ക് കൂടുതൽ വികസനങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങളുടെ പഞ്ചായത്തിലെ വികസന പദ്ധതികൾ നടക്കുന്നത്. ഞാൻ കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന ഒരു വ്യക്തിയാണ്. അവിടെ ഇനിയും മാറ്റങ്ങൾ വരേണ്ട ആവശ്യമുണ്ട്. അത്യാവശ്യമായി മാറ്റങ്ങൾ വരേണ്ട വളരെ ആവശ്യങ്ങളുണ്ട്. അതേപോലെ തന്നെ കുട്ടികൾ, സെയിൻറ്റ് മേരീസ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വ്യക്തമായി നടക്കാനായിട്ടൊരു മാർഗമോ, അവിടെ പൊട്ടിപ്പറിഞ്ഞ് നടക്കുന്ന സ്ലാബുകളൊക്കെയാണ് കണ്ടുവരുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റുക, വെള്ളക്കെട്ടിനൊക്കെ ഒരു മാറ്റം വരിക. ഇപ്പോൾ കൂടുതലും ഞാൻ എല്ലാ വീടുകളിലും കയറുന്നു എൻ്റെ ഡിവിഷനിലുള്ള. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായ കുറേ പ്രശ്നങ്ങളുണ്ട്.
അപ്പോൾ അതൊക്കെ എന്നിൽ കഴിയാവുന്നത് മാറ്റിയെടുക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ ശാസ്തമംഗലം എന്ന് പറയുന്ന ഞാൻ മത്സരാർത്ഥിയായിട്ടുള്ള വാർഡ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അറിയാം, ഉൾപ്രദേശങ്ങളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കൊച്ചാർ റോഡ് ആ ഭാഗത്തെ കേന്ദ്രീകരിച്ച് അവിടെയുള്ള കോളനീസ്, അതുപോലെ പ്രോപ്പറായിട്ടുള്ളൊരു നല്ലൊരു റോഡില്ല, അല്ലെങ്കിൽ നല്ല വീടില്ലാത്ത മനുഷ്യർ, വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരും ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ശാസ്തമംഗലം. അപ്പം വികസനം എന്ന് പറയുന്നത് എല്ലാ ആസ്പെക്ട്സിലും, അത് ഒരുപക്ഷെ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ആണെങ്കിലും അതിനും അപ്പുറം സാധാരണക്കാരിലേക്കും ഒക്കെ എത്തിക്കുന്നതായിരിക്കണം വികസനം. വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണമെന്നില്ല, രാഷ്ട്രീയക്കാരായാലും ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, റോഡ്, പിന്നെ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ. എല്ലാ പണക്കാരായ ആൾക്കാർ മുഴുവൻ കാറിൽ പോകുന്ന ഒരു നാടല്ല വികസിതമായ ഒരു നാട്. മറിച്ച് കാശുള്ളവനും ഇല്ലാത്തവനും ഒരേപോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്ന ഒരു നാടായിരിക്കും വികസിതമായ ഒരു, അല്ലെങ്കിൽ ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു നാട് എന്ന് എവിടെ വായിച്ചൊരു ഓർമ്മയുണ്ട്. പൊളിറ്റിക്സിൽ നിന്ന് മാറി നിന്ന് സംസാരിക്കുകയാണെങ്കിൽ വികസനത്തിൻ്റെ കാര്യത്തിൽ അല്ലറ ചില്ലറ ഒരുപാട് മികച്ച പ്രോജക്റ്റുകളും കാര്യങ്ങളും ഒക്കെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ വേറെ ചില ഇപ്പം നമ്മളുടെ റോഡിൻ്റെ കണ്ടീഷൻ, അതേപോലെ ബാക്കിയുള്ള കുറച്ച് ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളിലും സർക്കാർ പിന്നോട്ട് പോയിട്ടുമുണ്ട്. അവിടെ ഒരുപാട് ബിൽഡിങ്സ്, അതുപോലെ ഒരുപാട് ഹോസ്പിറ്റൽസ് അങ്ങനെ കെട്ടിപ്പൊക്കുന്നതല്ല യഥാർത്ഥത്തിൽ പ്രാദേശിക വികസനം. അവരുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആളുകളുടെ അവർക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങൾ, അവർക്ക് ഷെൽട്ടർ, അതുപോലെ നമ്മുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ഈ കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ട് അതിന് ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ നൽകുന്ന, അതിന് ഏറ്റവും കൂടുതൽ പദ്ധതികൾ കൊണ്ടുവരുന്നതായിരിക്കണം യഥാർത്ഥത്തിൽ ഒരു തദ്ദേശ ഭരണകൂടത്തിൻ്റെ പ്രവർത്തനങ്ങൾ. വികസനം എന്ന കാഴ്ചപ്പാട് തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അവതരിപ്പിക്കപ്പെടുന്നത് ഉപരിവർഗത്തിൻ്റെ വികസന സങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതിൽ മൗലികമായ ചില പരിമിതികൾ നിലനിൽക്കുക തന്നെ ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ റോഡ്, പാലം, വൈദ്യുതി, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ, പശ്ചാത്തല സൗകര്യങ്ങളെക്കുറിച്ചാണ് വികസനം എന്ന് പറയുന്നത്. എന്നാൽ മുഴുവൻ മനുഷ്യരുടെയും ജീവിത നിലവാരവുമായി ബന്ധപ്പെടുത്തി, അവരുടെ വിദ്യാഭ്യാസ അവകാശങ്ങളുമായി ബന്ധപ്പെടുത്തി, മനുഷ്യാവകാശ സംരക്ഷണവുമായി ബന്ധപ്പെടുത്തി, അതുപോലെ തന്നെ ലിംഗനീതിയുമായി ബന്ധപ്പെടുത്തിയെല്ലാം ഒരു സമൂഹത്തിൻ്റെ സർവ്വതോന്മുഖമായ വളർച്ചയെ വികസനമായിട്ട് അടയാളപ്പെടുത്താനും അതിൻ്റെ അടിസ്ഥാനത്തിൽ വികസന സങ്കല്പങ്ങൾ ആവിഷ്കരിക്കാനും കഴിയണം. അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് ഇവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. വികേന്ദ്രീകരിക്കപ്പെടുന്ന അധികാരത്തെക്കുറിച്ചുള്ള സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിലുള്ള അകലം ഇവരുടെ വ്യാകുലതയാണ്. കഴിഞ്ഞ ഇത്രയും കാലത്തെ അനുഭവം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അങ്ങേയറ്റം അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളമെങ്കിലും അധികാര വികേന്ദ്രീകരണ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. തദ്ദേശീയമായ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുക, പൊതുരംഗത്ത് സ്ത്രീകളുടെ സാന്നിധ്യം, അവരുടെ പ്രാതിനിധ്യം വളരെ ശക്തമായി ഉറപ്പുവരുത്തുക എന്നതൊക്കെ ഇതിൻ്റെ പരിണിത ഫലമായി നമ്മുടെ കേരളീയ സമൂഹത്തിലുണ്ടായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ്. കേരളത്തിൽ ജീവിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ഒരു ചിന്താഗതിയിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ അത് എത്ര ഇഫക്റ്റീവ് അല്ലായിരിക്കാം എന്ന് നമുക്ക് തോന്നും. കാരണം ഒരുപക്ഷെ കേരളത്തിൽ നഗരവും ഗ്രാമങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്തൊരു സ്ഥലത്ത് പഞ്ചായത്തുകളുടെയും ഗ്രാമസഭകളുടെയും ഈ കാലഘട്ടത്തിൽ ഒരു റിലവൻസ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നതാണ്. പഞ്ചായത്തുകളുടെ ഒരു അവരുടെ എത്രമാത്രം എഫിഷ്യൻ്റ് ആണെന്നുള്ളത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷേ അത്ര ഇഫക്റ്റീവ് അല്ല ഇതുവരെ എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോഴത്തെ ഭരണകൂടം ശരിക്കും പറഞ്ഞാൽ ഒട്ടും പ്രായോഗികമായിട്ട് തോന്നാറില്ല. പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊക്കെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവരെല്ലാം ശരിക്കും ഒരു കൃത്യസമയമൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ സമയത്ത് തന്നെ അവരത് എത്തിച്ചു തരുന്നില്ല. നമ്മുടെ റെപ്രസെന്റേഷൻ ഡയറക്ട്ലി എത്തിക്കുക എന്നുള്ളൊരു പോയിന്റിൽ നമുക്ക് ഒരിക്കലും പ്രാവർത്തികമായിരിക്കത്തില്ല. കാരണം ഒരു പൗരന് അവകാശങ്ങൾ നൽകപ്പെടുന്നുണ്ടെങ്കിൽ കൂടിയും നേരെ മുഖ്യമന്ത്രിയെ ചെന്ന് കാണുക, അങ്ങനെ ഒരു പോയിന്റിലേക്ക് നമുക്ക് ഒരിക്കലും എത്താൻ കാണത്തില്ല. അപ്പൊ നമ്മുടെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിരിക്കും അതിനുവേണ്ടി നമ്മളോടൊപ്പം നിൽക്കുന്നത്. അപ്പം കൂടുതൽ ഫ്രീ ആയിട്ട് അയാളുടെ അടുത്ത് നമ്മുടെ റെപ്രസെന്റേഷൻ എത്തിക്കാൻ നമുക്ക് സാധിക്കും. അപ്പം ഈ ത്രിതല പരിപാടിയിൽ കൂടിയാണ് നമുക്കത് സാധിക്കുന്നത്. ഡീസെൻട്രലൈസേഷന് മുൻപ് അധികാരം ഉണ്ടായിരുന്നു, പക്ഷേ പണം എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിലാവട്ടെ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് ഫണ്ട്സ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഏകദേശം
10-30 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ശാസ്തമംഗലം വാർഡിൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ നടന്നത്. അപ്പോൾ അത്രയും വലിയൊരു ഒരുപക്ഷെ അതിലും അധികം വേണമായിരിക്കാം. എങ്കിലും നമുക്ക് ഈ ഫണ്ട്സ് കിട്ടുന്നുണ്ട്. സ്ത്രീകൾക്ക് കൂടുതലായിട്ട് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കുടുംബജീവിതത്തിലാണെങ്കിൽ പോലും സ്ത്രീകൾക്ക് മൾട്ടി ടാസ്കിംഗ് ആണ്. ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വേറെ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നണേ ഞങ്ങൾക്കൊക്കെ ഒരു അധികാരം കിട്ടുവാണെങ്കിൽ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളെ സംബന്ധിച്ച് പ്രധാനമായും ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ പറയാറ് വളരെ പരിമിതമായ അധികാരം മാത്രമുള്ള സംവിധാനങ്ങളായിരുന്നു. തമാശയായിട്ട് പറയാറുണ്ട്, പട്ടിയെ പിടിക്കാനും തിയേറ്ററിൽ നിന്നും നികുതി പിരിക്കാനും മാത്രമാണ് പഞ്ചായത്തുകൾക്ക് അധികാരമുള്ളത്. എന്നാൽ അതിനുശേഷമാണ് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ എല്ലാം ഭാഗമായി കുറച്ചുകൂടി വിപുലമായ അധികാരവും തീരുമാനങ്ങൾ എടുക്കുന്നത് നടപ്പാക്കാൻ ആവശ്യമായ ഫണ്ടും പഞ്ചായത്തുകൾക്ക്, ത്രിതല പഞ്ചായത്തുകൾക്ക് കൈവന്നത്. തീർച്ചയായും അതൊരു മാറ്റമാണ്. അത് വളരെ സ്വാഗതം ചെയ്യപ്പെടേണ്ട ഒരു മാറ്റമാണ്. ഇവരുടെ സങ്കല്പങ്ങളിൽ ഒരുപക്ഷെ രാഷ്ട്രീയ ദിശാബോധത്തിൻ്റെ കൃത്യത കുറവായിരിക്കാം. പക്ഷേ നാടിൻ്റെ ഭാവിയെ സംബന്ധിച്ച ഇവരുടെ ഉത്കണ്ഠകൾ രാഷ്ട്രീയ കേരളത്തിൻ്റെ ഭാവി അജണ്ട നിശ്ചയിക്കുന്നവർ കണക്കിലെടുക്കുക തന്നെ വേണം. സർക്കാർ പതിച്ചു നൽകിയ കൃഷിഭൂമി സംരക്ഷിക്കാൻ കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം സർക്കാർ തന്നെ തള്ളിപ്പറയുന്ന കാഴ്ച കഴിഞ്ഞയാഴ്ച കേരളം കണ്ടു. തൃശ്ശൂരിലെ മുനിയാട്ടുകുന്നിൽ പട്ടയം നൽകിയ കൃഷിഭൂമി സംരക്ഷിക്കുമെന്ന് കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കുകയും പിന്നീട് റവന്യൂ മന്ത്രി അത് തള്ളിപ്പറയുകയും ചെയ്തതിലൂടെ കൃഷിക്കാരേക്കാൾ സർക്കാരിൻ്റെ കൂറ് ക്വാറി നടത്തിപ്പുകാരോടാണ് എന്ന കാര്യം വ്യക്തമായി. ഇതു മുനിയാട്ടുകുന്ന് കിഴക്കൻ മലനിര അറബിക്കടലിനെ പുൽകാൻ നീട്ടിയ ഹസ്തം. കിഴക്കൻ മലനിര അറബിക്കടലിനെ പുൽകാൻ നീട്ടിയ ഹസ്തം. ദേശത്തിൻ്റെ പുരാതന ഹരിതകമുദ്ര. പാരിസ്ഥിതികവും ചരിത്രപരവുമായ പ്രാധാന്യമുള്ള ഒരു കുന്നിനെ സംരക്ഷിക്കുവാൻ ഒരു പ്രദേശം നടത്തിയ നിരന്തര പോരാട്ടത്തിന്റെ പ്രതീകമാണ് മുനിയാട്ടുകുന്ന്. മഹാശിലയുഗ കാലഘട്ടത്തിലെ മനുഷ്യവാസത്തിന്റെ ശേഷിപ്പുകളാണ് മുനിയറകൾ. സംസ്ഥാന രൂപീകരണത്തിനു ശേഷം ഇതിന്റെ സംരക്ഷണ ചുമതല സംസ്ഥാന പുരാവസ്തു വകുപ്പിന് രേഖാമൂലം കൈമാറി. പക്ഷേ ആരും സംരക്ഷിച്ചില്ല. അവശേഷിക്കുന്നത് ഒറ്റ മുനിയറ മാത്രം. മുന്നേ മുനികൾ വാണൊരു കുന്ന്, മൗനമുറഞ്ഞു വഴിഞ്ഞൊരു കുന്ന്. മുന്നേ മുനികൾ വാണൊരു കുന്ന്, മൗനമുറഞ്ഞു വഴിഞ്ഞൊരു കുന്ന്. കുറുമാലിപ്പുഴയുടെ തീരത്താണ് മുനിയാട്ടുകുന്ന്. ഇക്കാലമത്രയും പുഴ വറ്റാതെ കാത്തതും ഈ പ്രദേശത്തിന്റെ ജലസംഭരണിയായി നിലനിന്നതും ഈ കുന്നാണ്. നിബിഡ വനമായിരുന്നു ഇവിടം. ഇപ്പോൾ മുനിയാട്ടുകുന്ന് ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ടാണ് കിഴക്കൻ പർവ്വതത്തിൽ നിന്ന്, സഖ്യപർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന കരുവന്നൂർ പുഴ, അതിനെയാണ് നമ്മൾ കുറുമാലിപ്പുഴ എന്ന് പറയുന്നത്. ഇവിടെ നമ്മളതിന് മുപ്പിളിയം പുഴ എന്ന് പറയുന്നത്. അപ്പോൾ മുപ്പിളിയം പുഴ മുനിയാട്ടുകുന്നിൻ്റെ വടക്ക് വശത്ത് കൂടെ ഒഴുകി മുത്തുകുന്നിൻ്റെ അപ്പുറത്ത് മുപ്പിളിയത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് കൂടെ ഒഴുകാനുള്ള മുഖ്യമായ കാരണം പുഴയുടെ ഗതിയെ നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കുവച്ചത് ഈ മുനിയാട്ടുകുന്നും തൊട്ടപ്പുറത്തുള്ള വെള്ളാരംകുന്നും തൊട്ടപ്പുറത്തുള്ള മുത്തുകുന്നും ഒക്കെയാണ്. കൃഷിക്കായി പട്ടയം നൽകിയ ഈ വനഭൂമിയിൽ 22ലധികം അനധികൃത പാറമടകളാണ് പ്രവർത്തിക്കുന്നത്. ഒരു മണിക്കൂറിനിടെ ഒറ്റ പാറമടയിൽ നിന്ന് 45 ലോഡ് കരിങ്കല്ല് കുന്നിറങ്ങിയതിന്റെ ഞങ്ങൾ പകർത്തിയ ദൃശ്യങ്ങളാണിവ. ഇന്നിത് ആർത്തി കഴുകൻ കൊത്തിക്കീറും കുന്ന്. ഈ ക്വാറി മാഫിയക്കെതിരെ നാട്ടുകാർ സംഘടിച്ചു. വനം വകുപ്പും പഞ്ചായത്തും പുരാവസ്തു വകുപ്പും തങ്ങളറിയാതെയും അനുമതിയില്ലാതെയുമാണ് പാറമടകൾ പ്രവർത്തിക്കുന്നതെന്ന വിവരാവകാശ മറുപടി നൽകി. നാട്ടുകാരുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി സംഘടനകൾ ഹൈക്കോടതിയെ സമീപിച്ചു. സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ക്വാറികൾ നിലനിൽക്കുന്നത് കോടശ്ശേരി റിസർവ് വനത്തിന്റെ ഭാഗമായ സർവേ 436ലും സമീപസ്ഥലമായ വനഭൂമി പട്ടയ പ്രദേശങ്ങളിലുമാണ്. പ്രസ്തുത പട്ടയങ്ങൾ കേരള ലാൻഡ് അസൈൻമെന്റ് സ്പെഷ്യൽ റൂൾ 1993 പ്രകാരമാണ് നൽകിയിരിക്കുന്നത്. കൃഷി, വീട്, കട എന്നീ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാനാവൂ. കൈമാറ്റം ചെയ്യുമ്പോഴും ഈ നിബന്ധനകൾ ബാധകമാണ്. ഇവിടെ ക്വാറിയിങ് നിയമവിരുദ്ധമാണെന്ന് സർക്കാർ സത്യവാങ്മൂലം നൽകി.
വനഭൂമിയും പട്ടയഭൂമിയും വേർതിരിച്ച് അതിരുകൾ നിർണയിക്കുന്നതിന് ജില്ലാ സർവേ സൂപ്രണ്ടിനോടും ചാലക്കുടി DFOയോടും നിർദ്ദേശിച്ചതായും സത്യവാങ്മൂലത്തിലുണ്ട്. സർക്കാരിൻ്റെ പട്ടയഭൂമിയിലെ മരങ്ങൾ വെട്ടിമാറ്റി അവിടെ ഖനനം നടത്തിയത് നിയമലംഘനമായിട്ടാണ് കോടതി ഈ കേസിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടത്. സത്യത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഇടക്കാല ഉത്തരവ് ഇട്ടതുകൊണ്ടാണ് ചീഫ് സെക്രട്ടറി ഇത്തരമൊരു അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ നിർബന്ധിതനായി തീർന്നത്. ഇങ്ങനെ ഒരു അഫിഡവിറ്റ് അല്ലാതെ ചീഫ് സെക്രട്ടറിക്ക് ഈ കേസിൽ ഈ കോടതിയിൽ മറ്റൊന്നും തന്നെ ബോധിപ്പിക്കാൻ കഴിയില്ല. ഇത് കോടശ്ശേരി റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമായിരുന്ന ഇനിയും ഡി റിസർവ്ഡ് അല്ലാത്ത ഒരു പ്രദേശമാണ് എന്നുള്ളത്. ഇവിടെ ഫോറസ്റ്റ് ഭൂമിയും വനഭൂമിയും റവന്യൂ ഭൂമിയും തമ്മിൽ ഇനിയും അളന്ന് വേർതിരിച്ചിട്ടില്ല എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി, നേരത്തെ 1938 കൊച്ചി സർക്കാർ ഗസറ്റ് വിജ്ഞാപനം അനുസരിച്ച് സംരക്ഷിത സ്മാരകങ്ങളായിട്ടുള്ള മുനിയറകളും. അപ്പോൾ ഈ അർത്ഥത്തിൽ എന്തുകൊണ്ടും ഒരു സംരക്ഷിത മേഖലയിന് അത് കൊള്ളയടിക്കുന്ന ഒരു പ്രവൃത്തിക്കെതിരായാണ് ശാസ്ത്രസാഹിത്യ പരിഷത്തും മുനിയാട്ടുകുന്ന് സംരക്ഷണ സമിതിയും രംഗത്തെത്തിയത്. സർക്കാർ കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയതും ഒരു വിഭാഗം പ്രതിഷേധവുമായി എത്തി. ഇടുക്കിയിൽ പ്രതിഷേധ സമരം അരങ്ങേറിയതോടെ സർക്കാർ നിലപാടും മാറ്റി. ഹൈക്കോടതി നൽകിയ സത്യവാങ്മൂലം തൃശ്ശൂരിലെ മുനിയാട്ടുകുന്നിനെ മാത്രം ഉദ്ദേശിച്ചുള്ളതാണെന്ന വിചിത്ര നിലപാടാണ് ഇപ്പോൾ സർക്കാരിൻ്റേത്. 1993 പ്രത്യേക ചട്ടമനുസരിച്ച് കൊടുത്ത ഭൂമികൾ ഇപ്പോഴും റിസർവ് വനത്തിൻ്റെ സ്റ്റാറ്റസിലാണ് എന്നുള്ളതാണ്. അവിടെയാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ ആശങ്ക. പട്ടയം കിട്ടി വർഷങ്ങളായി കർഷകർ കരമടച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി ഇപ്പോഴും റിസർവ് ഫോറസ്റ്റിന്റെ സ്റ്റാറ്റസിലാണ് എന്ന് പറയുമ്പോൾ നാളെ ഈ പട്ടയം കിട്ടിയ ആളുകളൊക്കെ വലിയ നിയമക്കുരുക്കിലേക്ക് പോകും. അവരുടെ പട്ടയത്തെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഖനനം പോലെയുള്ള പ്രവർത്തനങ്ങൾ ഏത് ജില്ലയിൽ നടത്തിയാലും ഈ പട്ടയം ക്യാൻസൽ ചെയ്ത് ആ ഭൂമി സർക്കാരിൽ ഏറ്റെടുക്കേണ്ടതായി വരും. എന്നാൽ കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ പട്ടയത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റേത് ആക്ടിവിറ്റിയും തുടർന്നു പോന്നിരിക്കുന്ന ഒരാളുകൾക്കും യാതൊന്നും പേടിക്കാനില്ല. അവരുടെ അനന്തര തലമുറകൾക്കോ അവരിൽ നിന്ന് ഭൂമി വാങ്ങിയവർക്കോ പേടിക്കാനില്ല. അവർക്ക് അവരുടെ നിയമപരമായ എല്ലാ പ്രവർത്തനങ്ങളും അവിടെ നടത്താൻ കഴിയും, ഖനനം ഒഴികെ. ചുരുക്കത്തിൽ മുനിയാട്ടുകുന്നിൽ നിന്ന് തുടങ്ങിയ പോരാട്ടം ഭരണകൂടം ആരുടെ താൽപ്പര്യങ്ങളോടൊപ്പമാണെന്ന് തെളിയിച്ചിരിക്കുന്നു. നമ്മുടെ കുന്നുകളും കാടും പുഴകളും ഇല്ലാതാകുമ്പോഴും താൽക്കാലിക രാഷ്ട്രീയ സാമ്പത്തിക ലാഭത്തിനായി സർക്കാർ തന്നെ മുട്ടുമടക്കുന്നു. ഡോക്ടർ ഉദയപ്രകാശിൽ തുടങ്ങി കവി മുനവർ റാണ വരെ എത്തി നിൽക്കുന്ന പുരസ്കാര ത്യാഗങ്ങളുടെ വർത്തമാനങ്ങൾ വാർത്തകളിൽ നിറയുന്നു. 2013 കൊല്ലപ്പെട്ട നരേന്ദ്ര ദബോൽക്കറുടെയും 2015 ഫെബ്രുവരിയിൽ കൊല്ലപ്പെട്ട ഗോവിന്ദ് പൻസാരയുടെയും ഇക്കഴിഞ്ഞ ആഗസ്റ്റിൽ വെടിയേറ്റ് മരിച്ച കൽബുർഗിയുടെയും വധത്തിൽ പ്രതിഷേധിച്ചുള്ള പുരസ്കാര ത്യാഗങ്ങളും അക്കാദമി സ്ഥാനങ്ങൾ രാജിവെക്കലും അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ ആണ് ഇക്കഴിഞ്ഞ ആഴ്ചയെ വാർത്തകളിൽ അടയാളപ്പെടുത്തിയത്. കേരളത്തിലും ഇതിൻ്റെ അലകളെത്തി. ഒരു ജനാധിപത്യ രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം എത്രത്തോളം പ്രധാനമാണെന്ന് നമുക്കറിയാം. ഇതിൻ്റെ പേരിലാണ് നരേന്ദ്ര ദബോൽക്കർക്കും ഗോവിന്ദ് പൻസാരിക്കും കൽബുർഗിക്കും ജീവൻ വെടിയേണ്ടി വന്നത്. ഈ കൊലപാതകങ്ങൾക്ക് എതിരെയുള്ള പ്രതിഷേധങ്ങൾ രാജ്യമാകമാനം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. നിശബ്ദമാക്കപ്പെടുന്ന വാക്കുകളെ മറ്റെന്തിനേക്കാളും ഭയന്നിരുന്ന എഴുത്തിൻ്റെ നീണ്ട ചരിത്രം നമുക്കുണ്ട്. ആയിരത്തി 1919 തനിക്ക് നൽകിയ സർ പദവി ബ്രിട്ടീഷ് രാജ്ഞിക്ക് തിരിച്ചു നൽകിക്കൊണ്ട് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്കെതിരെ പ്രതിഷേധിച്ച രവീന്ദ്രനാഥ് ടാഗോർ. കേരളത്തിൽ ദേശീയ പ്രസ്ഥാനം കൊടുമ്പിരി കൊണ്ടിരുന്ന സമയത്ത് രാജാവ് സമ്മാനിച്ച പട്ടും വളയും നിരസിച്ച മഹാകവി വള്ളത്തോൾ. 2006 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം സ്വീകരിക്കാൻ വിസമ്മതിച്ച അരുന്ധതി റോയ്. തനിക്ക് ശരിയെന്ന് തോന്നിയ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് സംസ്ഥാന സാഹിത്യ അക്കാദമി അവാർഡ് സ്വീകരിക്കാൻ തയ്യാറാകാഞ്ഞ MN വിജയൻ. ഇങ്ങനെ പുരസ്കാരങ്ങൾ സ്വീകരിക്കാൻ വിസമ്മതിച്ചവരും രാഷ്ട്രീയ സാമൂഹിക കാരണങ്ങളാൽ പിന്നീടത് മടക്കിക്കൊടുത്തവരുടേതുമായ ഒരു പിടി ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. പ്രശസ്ത എഴുത്തുകാരനായിരുന്ന ഫണീശ്വർനാഥ് രേണു മുതൽ പിന്നീട് ജ്ഞാനപീഠ ജേതാവായ ശിവരാമ കാരന്ത് വരെയുള്ളവർ അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ പത്മ അവാർഡുകൾ തിരിച്ചു നൽകിയാണ് തങ്ങളുടെ പ്രതിഷേധം പരസ്യമായി രേഖപ്പെടുത്തിയത്. ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിൽ പ്രതിഷേധിച്ച് പത്മഭൂഷൺ മടക്കി നൽകി ഖുശ്വന്ത് സിംഗും ഓസ്കാർ അവാർഡ് നിരസിച്ച് മെർലിൻ ബ്രാൻഡോയും നൊബേൽ പുരസ്കാരം നിരസിച്ച് സാർത്രും
കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞ് പക്ഷം പിടിച്ചവരാണ്. പുരസ്കാരങ്ങൾ നിരസിക്കുന്നതും തിരിച്ചു നൽകുന്നതും ശക്തമായ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളാണ് എന്നതിന് ഇനിയും എത്രയോ ഉദാഹരണങ്ങൾ ബാക്കി. ഏറ്റവും ഭീതിജനകമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഉള്ളിൽ അത് അടിയന്തരാവസ്ഥയേക്കാൾ ഭീകരമായ ഒരു അവസ്ഥയായിട്ടാണ് അനുഭവപ്പെടുന്നത്. കാലാകാലത്ത് വരുന്ന ഭരണകൂടത്തോടും അവ പിൻപറ്റുന്ന ആശയ സംഹിതകളോടും രാജിയാവാൻ വിസമ്മതിച്ചവരുടെ രാജിവെക്കലുകളും ത്യജിക്കലുകളും അതാത് കാലഘട്ടത്തിൽ ആശയ സംവാദങ്ങൾക്ക് വഴിമരുന്നിട്ടിരുന്നു. ഇത്തരത്തിലുള്ള ആശയ സംവാദങ്ങളാണ് മൂർത്തമായ ബോധ്യങ്ങളിലേക്കും സംഘടിതമായ ചെറുത്തുനിൽപ്പുകളിലേക്കും നയിച്ചത്. അത്തരത്തിൽ രാജ്യവ്യാപകമായ ഒരു ചെറുത്തുനിൽപ്പിന് രൂപം കൊടുക്കുന്ന തരത്തിലേക്ക് കൽബുർഗിയുടെ കൊലപാതകത്തെ തുടർന്നുണ്ടായ എഴുത്തുകാരുടെ രാജിയും പുരസ്കാര ത്യാഗങ്ങളും അത് ഉയർത്തിവിട്ട ചർച്ചകളും വന്നെത്തി നിൽക്കുന്നു. വാദപ്രതിവാദങ്ങളില്ലാതെ എഴുതുന്നവരെ ഇല്ലായ്മ ചെയ്യുന്ന ഭരണകൂട നടപടിക്കെതിരെ കേന്ദ്ര സാഹിത്യ അക്കാദമിയിലെ അംഗത്വം രാജിവെച്ചുകൊണ്ട് പ്രതികരിച്ച സച്ചിദാനന്ദൻ. ഇന്ന് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ഫാസിസ്റ്റ് ജർമ്മനിയിലോ അല്ലെങ്കിൽ ഇറ്റലിയിലോ ഒക്കെ സംഭവിച്ച പോലത്തെ കാര്യങ്ങളാണ്. ഇതിനെതിരായി എല്ലാ എഴുത്തുകാരും ബുദ്ധിജീവികളും സാമാന്യ ജനങ്ങളും ജനാധിപത്യ വിശ്വാസികളും സംഘടിക്കുകയും ഉറക്കെ സംസാരിക്കുകയും വേണം എന്നാണ് എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. രാജ്യത്ത് ദളിതരും ന്യൂനപക്ഷങ്ങളും പീഡിപ്പിക്കപ്പെടുമ്പോഴും ഭരണകൂടങ്ങൾ തുടരുന്ന മൗനത്തിൽ പ്രതിഷേധിച്ച് അക്കാദമി അംഗത്വം രാജിവെച്ച PK പാറക്കടവ്. ഒരാൾ ബീഫ് കഴിച്ചു എന്ന് പറഞ്ഞു അയാളെ അടിച്ചു കൊല്ലുന്നു. അതുപോലെ കൽബുർഗിയെപ്പോലുള്ള എഴുത്തുകാരെ വെടിവെച്ചു കൊല്ലുന്നു. അങ്ങനെയുള്ളൊരു ഇന്ത്യയിൽ ഇതിനെ ചെറുക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള അധികാര സ്ഥാനങ്ങളിൽ നിന്ന് എഴുത്തുകാർ ഒഴിഞ്ഞു നിൽക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഞാൻ പ്രതിഷേധിക്കുന്നു, ശക്തമായിട്ട് പ്രതിഷേധിക്കുന്നു. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇത്തരം ആധമമായിട്ടുള്ള മനുഷ്യനായിട്ട് കാണാൻ സാധിക്കാതെ ജാതിയായിട്ടും മതമായിട്ടും വർഗമായിട്ടും തിരിച്ചുകൊണ്ട് മനുഷ്യനെ കാണുകയും ഒന്നും മറ്റൊന്നിൻ്റെ മേലിൽ അധീശത്വം ചെലുത്താൻ വേണ്ടിയിട്ട് മത്സരിക്കുകയും ചെയ്യുന്ന ഈ നാറിയ കെട്ട കാലത്തിൽ ജീവിക്കുന്നതിലുള്ള പ്രതിഷേധം ഞാൻ അറിയിക്കുന്നു. സത്യം പറഞ്ഞാൽ ആത്മഹത്യയാണ് ഇതിനുള്ള ശരിക്കുള്ള പ്രതിഷേധം മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക്. അതും വേണമെങ്കിൽ കാമു പറഞ്ഞതുപോലെ ആ പ്രതിഷേധവും വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. എൻ്റെ മരണം ആഗ്രഹിക്കുന്നവർ ചിലപ്പോൾ അതിനെ സന്തോഷിക്കും എന്നുള്ളതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. അക്കാദമി അവാർഡ് തിരിച്ചേൽപ്പിച്ചാൽ കുറേ പേര് സന്തോഷിക്കും, വെറുതെ സന്തോഷിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ അതും തൽക്കാലം ചെയ്യാൻ സാധ്യതയില്ല. എന്നാൽ കേരളത്തിലെ സാഹിത്യലോകത്തെ ചിലരുടെ പുറംതിരിഞ്ഞു നിൽക്കൽ അവഗണിക്കാവുന്നതല്ല. ഒരു ജഡ്ജിങ് കമ്മിറ്റിയാണ് ചെയ്യുന്നത്. ഞാനും പലതിലെയും ജഡ്ജിങ് കമ്മിറ്റി ആയിട്ടുണ്ട്. അവർക്ക് മറ്റ് ബാഹ്യ സ്വാധീനം എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ അർത്ഥത്തിൽ അവർ തന്നതാണ്. അത് തിരിച്ചു നൽകുന്നതിൽ എന്താണ് അർത്ഥം, ന്യായം എന്ന് ഒരു നിലയ്ക്ക് അവരോട് കാണിക്കുന്ന ഒരു അനാദരവല്ലേ എന്ന ചിന്തയാണ് എന്നെ അലട്ടുന്നത്. തീർച്ചയായും ഇന്ന് വ്യാപകമായി നടക്കുന്ന ജനാധിപത്യ ലംഘനം ഗവൺമെൻറ്റിലുണ്ടാകുന്നുണ്ട്. അതിനെതിരായി ശക്തിയായി പ്രതിഷേധിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും. കേന്ദ്ര സാഹിത്യ അക്കാദമികൾ ഭരണകൂട സ്ഥാപനങ്ങളാണെന്നും അതിൻ്റെ നേതൃത്വത്തിലുള്ളവരും സമിതി അംഗങ്ങളും അതാത് സർക്കാരുകൾ അവരുടെ താൽപര്യാർത്ഥം നിയമിക്കുന്നവരാണെന്നും ഇവർ മനഃപൂർവ്വം മറന്നതാണോ? ഫാസിസം അതിൻ്റെ ഉരുക്കുമുഷ്ടികൾ കൊണ്ട് അഭിപ്രായം പറയുന്ന നാവുകളെ നിശ്ചലമാക്കുമ്പോൾ നിഷ്പക്ഷതയുടെ മേലങ്കി അണിയുന്നവരുടെ പക്ഷം വളരെ വ്യക്തമാണ്. എനിക്കത് ജനങ്ങൾക്കിടയിൽ എന്ത് സ്വാധീനം ചെലുത്തും അറിയില്ല. അത് ജനങ്ങൾക്ക് എങ്ങനെ കാണുന്നു എന്ന് എനിക്ക് നിശ്ചയമില്ല. എഴുത്തുകാർക്കത് നാം വിചാരിക്കുന്നത്രയും സ്വാധീനം ജനങ്ങൾക്കുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. ദാദ്രിയിലെ ഗോമാംസ കൊലയ്ക്ക് ശേഷം രാജ്യത്തുടനീളം പടരുന്ന വിദ്വേഷത്തിനും അസഹിഷ്ണുതയ്ക്കും കടുത്ത നിറം പകർന്നുകൊണ്ട് ന്യൂഡൽഹിയിലും ബംഗളൂരുവിലും മുംബൈയിലെ BCCI ആസ്ഥാനത്തും ഹിന്ദുത്വവാദികൾ അഴിഞ്ഞാടിയത് കഴിഞ്ഞ ദിവസം. ബീഫ് പാർട്ടി നടത്തിയതിന് ജമ്മു കാശ്മീർ നിയമസഭയിൽ BJPക്കാരുടെ മർദ്ദനമേറ്റ സ്വതന്ത്ര MLA ഷൈഖ് അബ്ദുൾ റാഷിദിന് നേരെ ഡൽഹിയിൽ ഹിന്ദുത്വവാദികൾ കരിമഷി ഒഴിച്ചു. ഇതിനിടെ രാജ്യത്ത് അസഹിഷ്ണുത പടരുന്നതിൽ രാഷ്ട്രപതി പ്രണബ് മുഖർജി വീണ്ടും ആശങ്ക പ്രകടിപ്പിച്ചു. ഈ ലക്കം ബിയോണ്ട് ദി ഹെഡ്ലൈൻസ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം മീഡിയ 1-ൽ. നന്ദി, നമസ്കാരം.